മൊഡ്യൂൾ 3 ആണ്. ചാപ്റ്റർ 18 കൺസ്ട്രെയിൻഡ് ഓപ്റ്റിമൈസേഷനാണ്. നേരത്തെ നമ്മൾ പഠിച്ചുള്ള അൺകൺസ്ട്രെയിൻഡ് ഓപ്റ്റിമൈസേഷനാണ്. അതിൽ നമുക്കൊരു ഫംഗ്ഷനെ മാക്സിമം അല്ലെ മിനിമം കാണാം, അല്ലെങ്കിൽ ഏത് പോയിൻ്റിലാണ് ഫംഗ്ഷൻ മാക്സിമം, അല്ലെങ്കിൽ ഏത് പോയിൻ്റിലാണ് ഫംഗ്ഷൻ മിനിമം. അത് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒക്കെ ആവാം. അപ്പോൾ അവിടെയും ഓപ്റ്റിമൈസേഷൻ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് എന്തില്ല, കൺസ്ട്രെയിൻസ് ഇല്ല, കണ്ടീഷൻ വേറെ ഇല്ല. ഒരു ഫംഗ്ഷൻ തന്ന് അതിൻ്റെ മാക്സിമം മിനിമം പറയുകയാണ്. ഇവിടെ അങ്ങനെയല്ല. ഒരു ഫംഗ്ഷൻ കൂടാതെ കുറേ കൺസ്ട്രെയിൻസ്, കുറേ കണ്ടീഷൻസ് എക്സ്ട്രാ തരും. എന്നിട്ട് ആ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ഇതിന് എപ്പോഴാണ് മാക്സിമം വരിക, എപ്പോഴാണ് മിനിമം വരിക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ഇതാണ് നമ്മളെ ഫംഗ്ഷൻ. ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്പർ 1 കൊടുത്തത്. അതിനെയാണ് നമ്മൾ മാക്സിമൈസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടി പറയും. ഇനി സബ്ജക്റ്റ് ടു കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതിന് കൺസ്ട്രെയിൻസ് മൊത്തത്തിൽ പറയും. ഈ കൺസ്ട്രെയിൻസ് ഇവിടെ 2 ടൈപ്പ് ഉണ്ട്. ഈക്വൽ സൈനുള്ള കൺസ്ട്രെയിൻസ് ഉണ്ട്, ഇൻഇക്വാലിറ്റി സൈനുള്ള കൺസ്ട്രെയിൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനുള്ള കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ്, ഇത് ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ഇപ്പോൾ 3 എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ്, ഇത് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ചിലപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഒരു കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിതാണ്, ഈ വേരിയബിൾസ് എല്ലാം നോൺ നെഗറ്റീവാണ്, അല്ലെങ്കിൽ 0 ഓർ പോസിറ്റീവ് ആണ് എന്നുള്ള പറയുന്നത്. ഇതൊരു ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻ ആണ്. അവിടെ ഇക്വാലിറ്റി അല്ല ഉള്ളത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഈ സ്പെഷ്യൽ ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇതിനെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയും. നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്, ഇതൊക്കെ നോൺ നെഗറ്റീവ് എന്ന് കാണിക്കാനാണ്. അതിന് 4 അതും ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ്, പക്ഷേ അത് സ്പെഷ്യലായിട്ട് അതിന് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പ്രോബ്ലം പലതരത്തിൽ വരാം. ഇപ്പോൾ 2 വേരിയബിളുള്ള ഒരു പ്രോബ്ലം ഇതാണ്. f(x, y) ആണ് അതിന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായത്. ഇതിനെയാണ് നമ്മൾ മാക്സിമൈസ് ചെയ്യേണ്ടത് വിചാരിച്ചു. സബ്ജക്റ്റ് ടു ഒരു ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് മാത്രം വരാം. ഒരു ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഇവിടെ തന്നിട്ടുള്ളൂ, ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഇല്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും, അതിനെ മാക്സിമൈസ് ചെയ്യാനുള്ള പ്രോബ്ലമാണ് സബ്ജക്റ്റ് ടു ഒരു ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനുള്ളൊരു 3 സ്റ്റെപ്പ് മാത്രമേ പഠിക്കണ്ടൂ, കൂടുതലായിട്ടൊന്നും പഠിക്കണ്ട. പ്രോബ്ലംസാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കൊരു ഈ തന്നിട്ടുള്ള പ്രോബ്ലത്തിനനുസരിച്ചിട്ട് ഒരു ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ഉണ്ടാക്കണം. എന്ന് ഡിനോട്ട് ചെയ്യും. ഈ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത് പഠിച്ചാൽ ഒരു പ്രോബ്ലത്തിൻ്റെ 1/3 ഭാഗം മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ 2 മാർക്ക് എന്തായാലും കിട്ടും. ഈ ലഗ്രാഞ്ച് ഫംഗ്ഷൻ ഉണ്ടാക്കി വെക്കാൻ അത് മാത്രം ഒരു സ്റ്റെപ്പാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് കൂടി ചെയ്താൽ പകുതി മാർക്ക്, ഏകദേശം 4 മാർക്കോളം കിട്ടും. ഇനി 3ാമത്തെ സ്റ്റെപ്പിൽ സോൾവ് ചെയ്യാമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിനാണ് കുറച്ച് പ്രയാസമുള്ളത്. അത് അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും, ഇത്തരത്തിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരു പാർഷ്യലായിട്ട് ഒരു പകുതിയിലധികം മാർക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഉള്ളതുകൊണ്ട് ഈ ഭാഗം എന്തായാലും പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രോബ്ലത്തിൻ്റെ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എന്നുള്ളത്? ഈ പ്രോബ്ലത്തിൽ എക്സും വൈയും ഉണ്ട്, കൂടാതെ ഒരു എക്സ്ട്രാ ഒരു മ്യൂ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആകുമ്പോൾ നമ്മൾ മ്യൂ ആണ് എഴുതുന്നത്. പുതിയൊരു അൺനോൺ നമ്പർ കൊണ്ടുവരും. എക്സും വൈ നമുക്കറിയില്ല, മ്യൂ എന്ന് പറഞ്ഞാൽ പുതിയൊന്നും കൊണ്ടുവരും. അതാണ് ഈ എക്സും വൈയും കൂടാതെ അതിൽ മ്യൂ കൂടി ഉണ്ട്. അതുകൊണ്ടാണ് എക്സ് വൈ മ്യൂ എന്ന് എഴുതുന്നത്. വെറുതെ എന്ന് എഴുതിയാലും മതി. പിന്നെ റൂൾ എന്താ പറഞ്ഞാൽ ആദ്യം ഫംഗ്ഷൻ എഴുതുക, പിന്നെ മൈനസ് ഇടണം, പിന്നെ മ്യൂ ഇടുക. ഒന്നേ ഉള്ളൂ ഇവിടെ മ്യൂ. ഈ കൺസ്ട്രെയിൻസ് മൊത്തത്തിൽ എഴുതുക. h(x, y) - c എന്ന് പറഞ്ഞിട്ട് എഴുതണം. മ്യൂ ഇൻറ്റു h(x, y) - ഇതാണ് ഇതിനെയാണ് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ മ്യൂവിനെ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എന്ന് പറയും. ഓക്കെ, എനിവേ ഈ എഴുതാനുള്ള പഠിക്കണം. ഓക്കെ, ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത്. ഈ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് പ്രോബ്ലമാണ്. ഇവിടെ ഒരു കൺസ്ട്രെയിൻ്റേ ഉള്ളൂ. സോൾവ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് 2 കൺസ്ട്രെയിൻസ് ഒക്കെ വരാം. ഇങ്ങനെ ഇക്വാലിറ്റി 2 വന്നാൽ μ1 μ2 എന്ന് പറഞ്ഞെടുക്കേണ്ടി വരും. അടുത്ത മൈനസ് ഇത് μ1 എടുത്തിട്ട് അടുത്ത മൈനസ് μ2 ഇൻറ്റു ആ കൺസ്ട്രെയിൻ്റ് എഴുതേണ്ടി വരും. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, അവിടെ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് മ്യൂ എന്ന് എടുത്തത്. എന്തായാലും μ1 μ2 എന്നുള്ളതൊക്കെയാണ് ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് നമ്മൾ മൾട്ടിപ്ലയറായിട്ട് ഉപയോഗിക്കുക. പിന്നെ മൈനസ് ആണ് എന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റെപ്പ് 1 ഈ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ എക്സും വൈയും മ്യൂവും കണ്ടുപിടിക്കണം. അതിന് ഈ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ്റെ
ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ, ഇത് മൂന്നും കണ്ടിട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഡോ എൽ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. ഈ പറഞ്ഞ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് കാണാൻ നിങ്ങൾക്ക് അറിയാം, പാർഷ്യൽ ഡെറിവേറ്റീവ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുക, അപ്പോൾ ഡോ എൽ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ കാണുക, ഡോ എൽ ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് എഴുതുക. പിന്നെ വിത്ത് റെസ്പെക്ട് ടു മ്യൂ കാണുക, ഡോ എൽ ബൈ ഡോ മ്യൂ ഈക്വൽ ടു 0. ഇങ്ങനെ 3 ഇക്വേഷനിൽ നിന്ന് എക്സും വൈയും മ്യൂവും സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഒരു എക്സും വൈയും മ്യൂവും കിട്ടിയ ഒരു സെറ്റായി. വേറെ ഒരു എക്സും വൈയും മ്യൂ ഉണ്ട്, വേറൊരു സെറ്റായി. ഇങ്ങനെ സൊല്യൂഷൻസ് കുറേ ഉണ്ടാവാം. ഒരു എക്സ് വൈ മ്യൂ മാത്രമായിരിക്കില്ല സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഒന്നിലധികം ഉണ്ടായേക്കാം. അങ്ങനെയുള്ള പോയിൻറ്റ്സ് എക്സ് വൈ മ്യൂ നോക്കുക, കുറേ എണ്ണം ഉണ്ടാവാം പറഞ്ഞല്ലോ. അപ്പോൾ കുറേ എണ്ണം ഉണ്ടാവാം. അങ്ങനെയുള്ള ഓരോ പോയിൻറ്റ്സ് എടുത്തിട്ട് അതൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ അപ്പോൾ ഓരോ എക്സ് വൈ മ്യൂ കിട്ടുമ്പോൾ എക്സ് വൈ കിട്ടിയില്ലേ, അത് ഇവിടെ നമ്മളെ മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. വേറൊരു എക്സ് വൈ മ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ് വൈ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഏതിനാണ് മാക്സിമം കിട്ടുന്നത് ആ എക്സ് വൈ ആണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? ചെക്ക് ദ സൊല്യൂഷൻ പോയിൻറ്റ്സ് എക്സ് വൈ മ്യൂ. കുറേ പോയിൻറ്റ്സ് ഉണ്ടാവും, ഞാൻ പറഞ്ഞു. വിച്ച് മാക്സിമൈസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ ഇത് പൊതുവേ എളുപ്പമാണ്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ്. കുറച്ച് റൂൾ മാത്രമേ പഠിക്കേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. നമ്മുടെ ഈ മൈനർ പേപ്പർ ശരിക്കും എക്കണോമിക്സ് സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചാണ് തോന്നുന്നത് കൂടുതൽ. കാരണം അതിൻ്റെ പേര് തന്നെയാണ് ഒപ്റ്റിമൈസേഷൻ എക്കണോമിക്സ് ആണല്ലോ. അപ്പോൾ അതിലെ ചില പ്രോബ്ലംസൊക്കെ ചോദിക്കും നിങ്ങളോട്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. റൈറ്റ് ദി ജനറൽ സ്ട്രക്ചർ ഓഫ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ പ്രോബ്ലം. യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക, അതാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. യു ഓഫ് x1 x2 എക്സെട്ര x എന്ന് എഴുതിയാൽ മതി. അത് മാക്സിമൈസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ യു ഓഫ് x1, അതാണ് പ്രോബ്ലം. പക്ഷേ അതിന് കൺസ്ട്രെയിൻറ്റ് സബ്ജക്റ്റ് ടു എന്ന് പറയും. അപ്പോൾ x1 x2 എക്സെട്ര x എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി കൺസ്യൂംഡാണ്. ഓരോ തരത്തിലുള്ള ക്വാണ്ടിറ്റി വാങ്ങിയ അളവാണ് x1 x2 എക്സെട്ര xn. ഇത് അതിൻ്റെ പ്രൈസാണ്. ഓരോ അതിന് പെർ യൂണിറ്റ് എത്രയാണ് പ്രൈസ് എന്ന് P1, x2ന് എത്രയാണ് പ്രൈസ് P2, xn എന്ന് പറഞ്ഞതിന് എത്രയാണ് പ്രൈസ് Pn. അപ്പോൾ ടോട്ടൽ ചിലവാണ് കാണിക്കുന്നത്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആയിരിക്കണം. നമ്മളെ ഇൻകത്തിനേക്കാൾ കുറവ്. എൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻകമാണ്. നമ്മളെ കയ്യിലുള്ള പൈസേനേക്കാൾ കൂടുതൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല. അത് എല്ലിനേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ കുറേ കാര്യങ്ങൾ, കുറേ കമ്മോഡിറ്റീസ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന കുറേ സാധനങ്ങൾ അതിൻ്റെ അളവ് ആണ് പറയുന്നത്. x1 എന്ന് പറഞ്ഞാൽ അത്രയും അളവുള്ളൊരു സാധനം, x2 അളവുള്ളൊരു സാധനം, xn അളവുള്ളൊരു സാധനം, അതിൻ്റെ റേറ്റാണ്. അതിന് പെർ കിലോഗ്രാമിന് എത്രയാണ് പൈസ P1 ആയിരിക്കും. ഇനി x2 അടുത്ത ഐറ്റത്തിന് x2 എന്ന് പറഞ്ഞാൽ അത്രയും കിലോ അളവ് വാങ്ങിയിട്ടുണ്ടാവും, അതിന് പെർ എത്രയാണ് പൈസ, വേറെ റേറ്റാണ്. അപ്പോൾ ടോട്ടലി നമ്മളെ ചിലവാണ് ഈ കാണുന്നത്. ഇപ്പോൾ 5 കിലോ വാങ്ങിയൊരു സാധനം, അതിന് പ്രൈസ് 100ആണ്. അപ്പോൾ 100 × 5 500 രൂപ അതിന് ചിലവായി. വേറൊന്നിന് 250 ഉള്ളൂ. അങ്ങനത്തെ 3 കിലോ വാങ്ങി, അപ്പോൾ 3 × 250 750. ഇങ്ങനെ ടോട്ടൽ പ്രൈസ് നമുക്ക് ചിലവാകുന്നത് അത് നമ്മുടെ ഇൻകത്തേക്കാൾ കുറവായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ അല്ലായിരിക്കണം. പിന്നെ പ്രൈസ് നെഗറ്റീവ് വരില്ലല്ലോ, അല്ല ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ് വരില്ലല്ലോ. നമ്മൾ വാങ്ങുന്ന അളവ് എന്തായാലും നെഗറ്റീവ് വരില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റി വാങ്ങുന്നതൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം, ഇത് എക്കണോമിക്സിലുള്ളൊരു പ്രോബ്ലമാണ്. ചിലപ്പം ചോദിക്കും ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് റൈറ്റ് ദ ജനറൽ സ്ട്രക്ചർ ഓഫ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ പ്രോബ്ലം ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഇത്ര എഴുതിയാൽ മതി, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്നാൽ ചില ക്വസ്റ്റ്യനിൽ, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്, പക്ഷേ ലേബർ ആൻഡ് ലീസർ ചോയ്സ് ഉണ്ട്. ലേബർ ലേസർ ചോയ്സ് എന്നുള്ള അതുകൂടി വരുമ്പോൾ അതേപോലെയാണ് പ്രോബ്ലം. പക്ഷേ മാക്സിമൈസ് എഴുതാം, ഇത് തന്നെ എഴുതാം. സബ്ജക്റ്റ് ടു എൽ എന്ന് മാത്രം പോരാ, ഇൻകം മാത്രം പോരാ, അവിടെ പ്ലസ് ഒരു L0 × W എന്ന് കൂടി എക്സ്ട്രാ വേണം. L0 × W എന്നുള്ള കൂടി വേണം. പിന്നെ L0 എന്ന് പറഞ്ഞാൽ നമ്മളെ എന്തായിരിക്കും, സ്പെൻഡ് ചെയ്ത ടൈമായിരിക്കും, ലേബർ സമയമായിരിക്കും L0. പിന്നെ ബാക്കി വിശ്രമിക്കുന്ന സമയം L1 ആയിരിക്കും. ഇത് രണ്ടുകൂടിയും കൂട്ടിയാൽ 24 അല്ലേ വരിക, ആകെ 24 മണിക്കൂറല്ലേ, അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഓരോ ലേബറിനുള്ള വേജ് കൂലിയാണ് W വരിക. അപ്പോൾ ഇൻകം ഉണ്ടാവും, ഈ ഇൻകം നമുക്ക് ഉണ്ടാവും, തന്നിട്ടുണ്ടാവും. നമ്മളെ കയ്യിലുള്ള ഇൻകം കൂടാതെ ഇത്രയും കൂലി നമുക്ക് സമ്പാദിക്കാം. ഇത്ര വേജ് ഉണ്ടാവും, ഓരോ ഇത്ര സമയത്തനുസരിച്ച് ഇത്ര കൂലി ഉണ്ടാവും. അതിനേക്കാൾ കുറവായിരിക്കണം നമ്മൾ ചിലവഴിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ചെറിയ വ്യത്യാസം ഇതുമായിട്ടുണ്ടാവും. ഒരു എക്സ്ട്രാ ഒരു കൺസ്ട്രെയിൻറ്റ്, ഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് വരും. ഇതൊക്കെ ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ്സ് അതിലുള്ള പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു L' പ്ലസ് L0 W എന്ന് എഴുതണം. L0 + L1 = 24 എന്നുള്ള എക്സ്ട്രാ വേണം. അത് സമയമാണ്,
നമ്മൾ വർക്ക് ചെയ്യുന്ന സമയം അല്ലാത്ത വിശ്രമിക്കുന്ന സമയം കൂടി ആഡ് ചെയ്താൽ 24 ആയിരിക്കും എന്നുള്ള 24 മണിക്കൂറല്ലേ ടോട്ടൽ ഒരു ദിവസം. ആ കാര്യം വെച്ചിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഈ എൽ ഡാഷ് എന്താണ്, എൽ നോട്ട് എന്താണ്, ഡബ്ല്യു എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഒരു പ്രോബ്ലം ചോദിച്ചാൽ ഇത് മാത്രം എഴുതിയാൽ മതി, ബാക്കിയൊക്കെ അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പ്രത്യേകമായിട്ട് വിത്ത് ലേബർ ലീസർ ചോയ്സ് കഴിഞ്ഞ വർഷം ചോദിച്ചാണ്, അങ്ങനെ ചോദിക്കേണ്ടത് ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, ഇനി നമ്മൾ ശരിക്കുള്ളൊരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അതായത് നമുക്ക് x1 ഇൻറ്റു x2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ മാക്സിമം കാണണം. അപ്പോൾ ഇതിന് മാക്സിമം എന്താ, സാധാരണഗതി പറയുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഒന്നും പറയാൻ പറ്റില്ല. കാരണം x1 x2 2 നമ്പറാണ്. അതിന് മൾട്ടിപ്ലൈ ചെയ്താൽ മാക്സിമം എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ പറ്റില്ല. ഇതിന് ഇപ്പോൾ 100 × 90 900, അതിലും വലുതായിരിക്കും 100 × 99. അപ്പോൾ ഇത് ഏത് നമ്പറിനാണ് മാക്സിമം കിട്ടുക നമുക്ക് സാധാരണ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഈ ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറിനെ 4 ടൈംസ് ആഡ് ചെയ്താൽ 16 ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ പറയുമ്പോൾ എല്ലാ നമ്പേഴ്സും എടുക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാ നമ്പേഴ്സും എടുത്ത് പരിശോധിക്കാൻ പറ്റില്ല നമുക്ക്. x1 ഇപ്പോൾ 2 എടുത്താൽ 4x2 കൂടി ആഡ് ചെയ്താൽ 16 വരണ്ടേ. അപ്പോൾ x1 നമ്മൾ 2 എടുത്താൽ x2 7 ആയിരിക്കും. അല്ല, x2 പിന്നെ ഇത് 2 എടുത്താൽ ഇത് 14 അല്ലേ. അപ്പോൾ സോറി, ഇത് x1 4 ആണെന്ന് വെച്ചോ, ബാക്കി 12 വരും. അപ്പോൾ x2 3 ആയിരിക്കും, എന്നാലേ ഇത് 16 കിട്ടും. അപ്പോൾ അങ്ങനെ ചില നമ്പേഴ്സ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഏത് 2 നമ്പറിനാണ് ഇത് മാക്സിമം കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു 2ഉം 3ഉം എടുക്കാം. x1 2ഉം x2 3 എടുത്തത് കറക്റ്റ് അല്ലേ. 3 4 12 2 3 4 12 4 16. അപ്പോൾ x1 4ഉം x2 3 എടുക്കാം. x1 4ഉം x2 3 എടുത്തത് ശരിയാവും. 4 + 4 × 3 16 ആണ്. അപ്പോൾ x1 4ഉം x2 3 ആണ്. അപ്പോൾ x1 4 x2 3, അപ്പോൾ 4 × 3 അല്ലേ 12 ആണ് ഇതിൻ്റെ ആൻസർ. എന്നാൽ 12 ആയിരിക്കില്ല മാക്സിമം, വേറെ ഏതെങ്കിലും ചോയ്സ് ഉണ്ടോ ഇങ്ങനെ ശരിയാവുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് ഈ പ്രോബ്ലം, സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇതിന് ആദ്യത്തെ സ്റ്റെപ്പിൽ ലഗ്രാഞ്ച് ഫംഗ്ഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ ആദ്യം എഫ് എഴുതുക, മൈനസ് ഇടുക, മ്യൂ ഇടുക. ഇവിടെ കാരണം ഒരു ഇക്വാലിറ്റി കൺസ്ട്രെയിൻസേ ഉള്ളൂ. മ്യൂ ഇട്ടിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ട് മൈനസ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. x1 + 4x2 - 16 എഴുതുക. അതാണ്, അതായത് x1 + 4x2 - 16. ഈ കൺസ്ട്രെയിൻറ്റ് ഒരു സൈഡിലേക്കാക്കി എഴുതിയിട്ട് അതിനെ മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ആണ്. എവിടെ നിന്ന്, f(x1 x2). ഇത് ഈ ലഗ്രാഞ്ച് പഠിക്കണം. ഇവിടെ ഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് മാത്രമുള്ള ഇക്വേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് മാത്രമുള്ള ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ലഗ്രാഞ്ച് ഫംഗ്ഷൻ എഴുതാനുള്ള ടെക്നിക്കാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തന്നുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൈനസ് ഇടണം, പിന്നെ മ്യൂ ഇടണം, പിന്നെ ഇത് ഈ ഇക്വാലിറ്റി ഇങ്ങോട്ട് എടുത്തിട്ട് അതൊരു ബ്രാക്കറ്റിൽ ഇടാം. ഓക്കെ, ഇതാണ് എൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. = 0 എന്നിടേണ്ട ആവശ്യമൊന്നുമില്ല. = 0 വേണ്ട. ഇത് ഞാനിപ്പോൾ അബദ്ധത്തിൽ എഴുതിപ്പോയതാണ്. = 0 വരണമെന്നില്ല. = 0 എന്ന് എഴുതണ്ട, ഇവിടെ എഴുതിയില്ല. അപ്പോൾ = 0 ആവശ്യമില്ല അവിടെ ശരിക്കും. ആ ഒരു ഫംഗ്ഷൻ മാത്രമാണ്. = 0 എന്ന് എഴുതണ്ട, ആവശ്യമില്ല ഇവിടെ. ഓക്കെ, ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ കാര്യങ്ങൾ x1ഉം x2 മ്യൂ ആണ്. ശരിക്കും x1 x2 മതി നമുക്ക്, മ്യൂ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. എന്തായാലും x1 x2 മ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 3 ഇക്വേഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ∂L/∂x1 = 0, ∂L/∂x2 = 0, ഇതിനും അനുസരിച്ച് 3 ഡെറിവേറ്റീവ്, ∂L/∂μ = 0. ഓക്കെ, അങ്ങനെ എഴുതിയതാണ്. ഇപ്പോൾ ഇതാണ് L. ∂L/∂x1 വിത്ത് റെസ്പെക്ട് x1 ഡെറിവേറ്റീവ് കാണാൻ അറിയാലോ. അപ്പോൾ ഇവിടെ x2 കോൺസ്റ്റൻ്റ് ആണ്. x2 × ഡെറിവേറ്റീവ് x1 1 ആയിരിക്കും. അപ്പോൾ x2 മൈനസ് ഇവിടെ മൈനസ് മ്യൂ ഇൻറ്റു x1ൻ്റെ 1, അപ്പോൾ മൈനസ് മ്യൂ ഇൻറ്റു 1 = 0 എന്നാണ്. ബാക്കിയൊന്നുമില്ല. x2 - 16 ഒക്കെ കോൺസ്റ്റൻസ് ആണ് വിത്ത് റെസ്പെക്ട് ടു x1 പറയുമ്പോൾ. അതുകൊണ്ട് അതൊന്നും വരില്ല. മൈനസ് മ്യൂ ഇൻറ്റു ദാറ്റ് ഇതൊക്കെ കോൺസ്റ്റൻറ്റ് പോയാൽ അത് 0 ആയിപ്പോൾ. മൈനസ് മ്യൂ ഇൻറ്റു x1 മാത്രമേ ഡെറിവേറ്റീവ് ഉണ്ടാവും. അത് മൈനസ് മ്യൂ ഇൻറ്റു ഡെറിവേറ്റീവ് x1 1 ആയിരിക്കും വിത്ത് റെസ്പെക്ട് x1 അല്ലേ. അപ്പോൾ മൈനസ് മ്യൂ അതാണ് വരുന്നത്. ഇവിടെ x2 കോൺസ്റ്റൻ്റ് ആണ്. x1ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് x1 1 ആയിരിക്കും. അതാണ് x2 × 1. x2 - മ്യൂ = 0 എന്നിടുക. ഇതുപോലെ ഇതിന് വിത്ത് റെസ്പെക്ട് x2 ചെയ്യുമ്പോൾ x1 ആണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ x1 × x2 ഡെറിവേറ്റീവ് 1 അല്ലേ. അപ്പോൾ x1 എന്ന് വരും. മൈനസ് ഇവിടെ 4x2 ഇല്ലേ. അപ്പോൾ മൈനസ് മ്യൂ ഇൻറ്റു 4 കോൺസ്റ്റൻ്റ് ആണ്. x2 ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ അതിനാണ് -4 മ്യൂ എന്ന് വരുന്നത്. ബാക്കി ഈ മ്യൂ x1ഉം മൈനസ് മ്യൂ ഇൻറ്റു 16 ഒക്കെ കോൺസ്റ്റൻസ് ആണ്. അതൊക്കെ 0 ആയിപ്പോൾ. അങ്ങനെ എഴുതും = 0 എന്നിട്ട് ∂L/∂μ കാണാൻ എളുപ്പമാണ്. കാരണം ഇവിടെയും മ്യൂ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇവിടെ മാത്രമേ മ്യൂ ഉള്ളൂ. അപ്പോൾ ബാക്കി മൈനസ് ഓഫ് ദിസ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മ്യൂവിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? -(x1 + 4x2 - 16) ആണ്. അതും 0 എന്നിട്ട് ഇങ്ങനെ 3 ഇക്വേഷൻ നമ്പർ കൊടുക്കുക. ഇതിൽ നിന്നാണ്
നമ്മൾ x1ഉം x2ഉം മ്യൂവും കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും ഈ 1ൽ നിന്ന് ഈ മ്യൂ എന്താണെന്ന് കിട്ടും, x2 മ്യൂ ഈക്വലാണെന്ന് കിട്ടും. ഇത് ഇപ്പുറത്തേക്ക് എടുത്താൽ x2 ഈക്വൽ ടു മ്യൂ. അവർ 2ൽ നിന്ന് എന്ത് കിട്ടും, പിന്നെ x1 ഈക്വൽ ടു 4 മ്യൂ എന്ന് കിട്ടും. 4 മ്യൂ മനസ്സിലേ. അപ്പോൾ x2ന് മ്യൂ കൊടുക്കാം 1ൽ നിന്ന്, x2 ഈക്വൽ ടു മ്യൂ ആയി. ഇവിടെ x1ന് 4 മ്യൂ കൊടുക്കാം. ഇത് രണ്ടും എടുത്ത് ഇവിടെ കൊടുത്താൽ മൂന്നാമത്തേൽ കൊടുക്കുക. ഇത് x1 ഈക്വൽ ടു മ്യൂ എന്നുള്ളത്, സോറി x2 ഈക്വൽ ടു മ്യൂ എന്നുള്ളതും x1 ഈക്വൽ ടു 4 മ്യൂ എന്ന് 1 നിന്ന് 2 എന്ന് കിട്ടുന്ന കാര്യം 3ലെടുത്ത് കൊടുക്കുക. x1ൻ്റെ സ്ഥാനത്ത് x2ൻ്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ പിന്നെ മ്യൂ മാത്രമായിട്ട് മാറും. അപ്പോൾ മ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തേൽ കൊടുക്കുമ്പോൾ അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 3 മൈനസിനായിട്ടേണ്ട ആവശ്യമില്ല ശരിക്കും. മൈനസ് ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ മൈനസ് ഒഴിവാക്കിയാലും 0 അല്ലേ. 4 മ്യൂ, x1ന് 4 മ്യൂ കൊടുത്തു, x2ന് മ്യൂ കൊടുത്തു. അപ്പോൾ 4x2 അല്ല 4 മ്യൂ മൈനസ് 16 ഈക്വൽ ടു 0. അപ്പോൾ മൈനസ് ഡിസ്കാർഡ് ചെയ്യാം. അപ്പോൾ 8 മ്യൂ മൈനസ് 16 0. അപ്പോൾ 8 മ്യൂ 16 മ്യൂ ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ മ്യൂവിൻ്റെ വിലയല്ല നമുക്ക് വേണ്ട, x1 x2 വേണ്ട. അപ്പോൾ മ്യൂ ഈക്വൽ ടു 2 കിട്ടിയാൽ x1 എത്രയാണ്, 4 മ്യൂ. അവിടെ ഉണ്ടല്ലോ x1 4 മ്യൂ ആണ്, 4 മ്യൂ. അപ്പോൾ x1 കിട്ടി 4 ഇൻറ്റു 2, അപ്പോൾ 8. അതുപോലെ x2 മ്യൂ ആണ്, x2 ഈക്വൽ ടു മ്യൂ എന്ന് ആദ്യം കിട്ടി. അപ്പോൾ x2 എന്താണ്, മ്യൂ തന്നെ, അതായത് 2 തന്നെ. അപ്പോൾ x1 x2 കിട്ടിയല്ലോ. അപ്പോൾ 8 2 ആണ് x1 x2. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തെ മാക്സിമൈസ് ചെയ്യുന്ന x1 x2 അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് 3ൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ f(8)2 അത് x1 ഇൻറ്റു x2 8 ഇൻറ്റു 2 16 ആണ് മാക്സിമം. ആ മാക്സിമം എവിടെയാണ് സംഭവിക്കുന്നത്, 8 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. ഇതാണ് പ്രോബ്ലം. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം ചെയ്യാൻ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെയൊരു പ്രോബ്ലം കിട്ടിയാൽ ഇത് വളരെ സിമ്പിളാണ്. ഈ പ്രോബ്ലം ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കും. പക്ഷെ കൂടുതൽ കൺസ്ട്രെയിൻസ് വരുന്ന പ്രോബ്ലമാണ് നമുക്ക് കൂടുതൽ മാർക്കിന് ചോദിക്കും. ഇത് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. അടുത്തൊരു പ്രോബ്ലം ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയാണ്. ഇതൊക്കെ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതിലൊന്നുമില്ല. മാക്സിമൈസ് f(x1 x2) = x1² മൈനസ് x2 എന്നാണ്. ഇത് നമുക്ക് കിട്ടി. സബ്ജക്റ്റ് ടു കണ്ടീഷൻ, കൺസ്ട്രെയിൻറ്റ് സെറ്റ് ഒന്നേ ഉള്ളൂ ഇവിടെ, ഒറ്റയൊന്നേ ഉള്ളൂ. കണ്ടോ, ഇത് കുറേ CH എന്നൊക്കെ പറഞ്ഞിട്ട് കൺസ്ട്രെയിൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് C എന്നുള്ള നൊട്ടേഷനാണ്. ഇതൊക്കെ കുറച്ച് പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇല്ല, കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇതൊന്നും കൺസ്ട്രെയിൻ്റ് അല്ല, ഇത് മാത്രമേ കൺസ്ട്രെയിൻറ്റ് കേട്ടോ. ഒരു കൺസ്ട്രെയിൻ്റ് ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലത്തെ ഒന്ന് മാറ്റി എഴുതിയാൽ എളുപ്പമായി. എന്താ പ്രോബ്ലം, മാക്സിമൈസ് ഫംഗ്ഷൻ f(x1 x2) = x1² ഇൻറ്റു x2, x1² ഇൻറ്റു x2 എന്നുള്ള പ്രോബ്ലമാണ്. x1² ഇൻറ്റു x2 ആണ് പ്രോബ്ലം. സബ്ജക്റ്റ് ടു ഈ കണ്ടീഷൻ എഴുതിയാൽ മതി. അപ്പോൾ ഒരു ഇക്വാലിറ്റി കണ്ടീഷൻ, നേരത്തെ അപ്പോൾ തന്നെ ഒരു ഇക്വാലിറ്റി കണ്ടീഷനും ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനുള്ള പ്രോബ്ലം. ലഗ്രാഞ്ച് ഫംഗ്ഷൻ എങ്ങനെ എഴുതുക, ഇത് മൈനസ് മ്യൂ ഇൻറ്റു ദിസ് എല്ലെന്ന് പറഞ്ഞാൽ x1² x2 മൈനസ് മ്യൂ ഇൻറ്റു ഇത് ഒരു ഭാഗത്തേക്ക് എടുത്തിട്ട് എഴുതാം. 2x1² + x2² - 3 എന്ന് എഴുതിയ 0 എന്ന് എഴുതരുത്. ഇതാണ് L. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു x1ഉം ഇതിൽ x1ഉം x2 മ്യൂ അല്ല ഉള്ളത്. 3 ഇക്വേഷൻ എഴുതാം. ∂L/∂x1 = 0, ∂L/∂x2 = 0, ∂L/∂μ = 0 എന്ന് എഴുതാം. അത് 3 എഴുതുക. അപ്പോൾ ∂L/∂x1 ഒക്കെ കാണുന്നത് നിങ്ങൾക്ക് അറിയണം, അത് തെറ്റിപ്പോകാൻ പാടില്ല കേട്ടോ. വിത്ത് റെസ്പെക്ട് x1 അതിനാണ് ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് കറക്റ്റ് ആയിരിക്കണം. വിത്ത് റെസ്പെക്ട് x1 പറയുമ്പോൾ x2 കോൺസ്റ്റൻ്റാണ്. x1² ഡെറിവേറ്റീവ് 2x1 ആണ്. അപ്പോൾ മൊത്തത്തിൽ 2x1 x2 അതാണിത്. പിന്നെ ഇവിടെ x1² ഇതിലേ ഉള്ളൂ, ഇതില്ല. അപ്പോൾ അതൊക്കെ 0. ഇതിൻ്റെ ഡെറിവേറ്റീവ് പറയുമ്പോൾ മൈനസ് മ്യൂ ഇൻറ്റു 2 കോൺസ്റ്റൻറ്റ്, 2 മ്യൂ കോൺസ്റ്റൻറ്റും പിന്നെ x1² 2x1. അപ്പോൾ മൊത്തത്തിൽ 4 മ്യൂ x1 എന്നുണ്ടാവും. 4 മ്യൂ x1 = 0. അതങ്ങനെയാണ്, അത് മനസ്സിലാക്കണം. ഡെറിവേറ്റീവ് കാണുന്നത് നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സ്റ്റെപ്പിൽ എഴുതണമെന്നില്ല, സൈഡിൽ എഴുതി വെക്കണം. സൈഡിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് എഴുതി നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞൊക്കെ കേട്ടാൽ മനസ്സിലാവും. പക്ഷേ വേറെ ഏതൊരു പുതിയ പ്രോബ്ലം കിട്ടുമ്പോൾ ചെയ്യാൻ അറിയണം. ഓക്കെ, അതുപോലെ ∂L/∂x2 ഇതേപോലെ വിത്ത് റെസ്പെക്ട് x2 ആകുമ്പോൾ x1² മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആണ്. x2ൻ്റെ ഡെറിവേറ്റീവ് 1ഉം വിത്ത് റെസ്പെക്ട് x2ൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ, അതാണ് x1² × 1 ആയത്. മൈനസ് ഇവിടെയും x2 ഇവിടെയുള്ളൂ, ഇതും അപ്പോൾ 0. x2ൻ്റെ കൂടെ മൈനസ് മ്യൂ ഉണ്ടാവുക. മൈനസ് മ്യൂൻ്റെ x2² ആകുമ്പോൾ മൈനസ് മ്യൂ കോൺസ്റ്റൻറ്റ്, x2² 2x2. അപ്പോൾ -2 മ്യൂ x2 അതാണിത് = 0 എന്നാണ്. മൂന്നാമത്തെ എളുപ്പമാണ്. വിത്ത് റെസ്പെക്ട് മ്യൂ ആകുമ്പോൾ ഇതങ്ങ് എഴുതിയാൽ മതി, =0 വെച്ചങ്ങ് എഴുതിയാൽ മതി. -1 ഇട്ട് കൊടുത്തു, =0 എന്ന് എഴുതും. ഓക്കെ, 3 ഈ 3 ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് x1 x2ൻ്റെ ചോയ്സ് കണ്ടുപിടിക്കണം.
അപ്പോൾ ഇത് നേരത്തെ പോലെയല്ല, കുറച്ചുകൂടി സൊല്യൂഷൻ ഒറ്റൊന്നും മാത്രമായിരിക്കില്ല. അപ്പോൾ ഇവിടെ ഫ്രം 1 ഇക്വേഷൻ 1 നിന്ന് x1 അല്ലെങ്കിൽ 2x1 കോമൺ ആയിട്ട് എടുക്കാം. 2x1 പുറമേ എടുത്ത് ബാക്കി ഉണ്ടാവുക x2 മൈനസ് 2μ എന്നാണ്ടാവും, ഈക്വൽ ടു 0 എന്നാണ്ടാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് 2 എന്തെങ്കിലും ആവട്ടെ 0 ആവില്ലല്ലോ. x1ഉം ഈ ബ്രാക്കറ്റിലോ 2 നമ്പർ മൾട്ടിപ്ലൈ 0 ആവുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണം. ഒന്നുകിൽ x1 0 ആവണം, അല്ലെങ്കിൽ x2 മൈനസ് 2μ 0. അതാണ് ഈ എഴുതിയത്. അപ്പോൾ ഓരോ കേസായിട്ട് വിചാരിക്കുക, ഇത് 0 ആവുന്ന കേസ്, ഇത് 0, 2 കേസിലും എന്താണ് സൊല്യൂഷൻ കിട്ടുക നോക്കാം. അപ്പോൾ ആദ്യം കേസ് 1 ആയിട്ട് നമ്മൾ x1 0 എന്ന് എടുക്കുക. അപ്പോൾ x1 0 ആകുമ്പോൾ മൂന്നാമത്തെ ഇക്വേഷനിൽ എന്ത് സംഭവിക്കും? ഈ മൈനസ് ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ, മൈനസ് ഇല്ലെങ്കിലും 0 ആവും. അപ്പോൾ x1 0 ആകുമ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ എന്താവും? x2² മൈനസ് 3 0 എന്നാവും. ഇത് 0 ആയാൽ അങ്ങനെ മൂന്നാമത്തെ ഇക്വേഷൻ എന്താവും? x2² മൈനസ് 3 ഇവിടെ 0, അല്ലെങ്കിൽ x2² ഈക്വൽ ടു 3 ആവും. അപ്പോൾ x2 എന്ന് പറഞ്ഞാൽ √3 പ്ലസ് റൂട്ട് ഉണ്ടാവും മൈനസ്, അപ്പോൾ √3 ഉണ്ടാവും മൈനസ് √3 ഉണ്ടാവും. ഇങ്ങനെയാണ് 2 റൂട്ട്സ് വരുന്നത്. അപ്പോൾ x1 0 ആവുന്ന സമയത്ത് x2 വരുന്നതാണ് പറയുന്നത്. അപ്പോൾ അല്ലേ, അപ്പോൾ എന്തായാലും ഒരു സൊല്യൂഷൻ കിട്ടി. 0√3 ഒന്നാണ് x1 x2, പിന്നെ ഒന്ന് x1 x2 ചെയ്താൽ 0 മൈനസ് √3. ഇങ്ങനെ രണ്ടെണ്ണം വന്ന് നമുക്ക് 0√3 0 മൈനസ്. മ്യൂവിൻ്റെ കാര്യം വെറുതെ ഒന്ന് കാണുന്ന രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ പറഞ്ഞ x1 x2 കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മ്യൂ 0 ആയിരിക്കും 2 കേസിലും. അതായത് x1 0 x2 √3 എടുത്താലും അത് രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്താൽ മ്യൂ ഉണ്ടാവും, മ്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മ്യൂ ഇവിടെയൊക്കെ 0 ആയിരിക്കും എന്നല്ല പറയുന്നത്. അതിന് ഇമ്പോർട്ടൻസ് ഇല്ല, ശരിക്കും ആവശ്യമില്ല, വേണേൽ കണ്ടുവെക്കാന്ന് മാത്രം. എനിവേ നമുക്കിപ്പം x1 x2 വേണ്ടു. അപ്പോൾ 0√3 0 മൈനസ് √3 കിട്ടി. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുക. ഇത് രണ്ടാമത്തെ 0 ആവുന്ന കേസാണ്, കേസ് 2. x2 മൈനസ് 2μ 0 ആവുന്ന കേസിൽ അപ്പോൾ x2 ഈക്വൽ ടു 2μ ആയിരിക്കും. ഇത് പുറത്തേക്ക് എടുക്കാതെ. അപ്പോൾ മ്യൂ എന്തായിരിക്കും? x2/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ മ്യൂവിന് പകരമാണ് രണ്ടാമത്തെ ഇക്വേഷൻ x1² മൈനസ് 2μ x2 അല്ലേ, ആ മ്യൂവിന് പകരം x2/2 എന്ന് കൊടുത്തു. അപ്പോൾ ഈ 2 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ x1² മൈനസ് x2² 0 എന്നായി. അപ്പോൾ x1² ഈക്വൽ ടു x2² ആയി. അതായത് x1² കാണുന്നിടത്ത് x2² എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ 3യിൽ നമ്മൾ x2² സ്ഥാനത്ത് ഇക്വേഷൻ 3യിൽ x2² സ്ഥാനത്ത് x1² തന്നെ കൊടുക്കുക. x2² x1² കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ 3യിൽ. ഇക്വേഷൻ 3 നോക്കൂ. ഇക്വേഷൻ 3യിൽ ഇതാണ് 2x1² പ്ലസ് x2² മൈനസ് 3 0 എന്നാണ്. മൈനസ് അതിന് ആവശ്യമില്ല. അപ്പോൾ x1² അങ്ങനെ തന്നെ കേട്ടോ, x2² പകരം x1² കൊടുത്തതാണ്. അങ്ങനെ വരുമ്പം നമുക്ക് വരുന്നത് 2x1² പ്ലസ് x2² സ്ഥാനത്ത് x1² തന്നെ കൊടുക്കാമെന്ന് ഇവിടെ മനസ്സിലായി. x2² സ്ഥാനത്ത് x1² കൊടുത്തു. അപ്പോൾ ഒരു വേരിയബിളായിട്ട് മാറി, രണ്ടെണ്ണത്തിന് മാറി x1 മാത്രം. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പം. അപ്പോൾ 2x1² x1² 3x1² മൈനസ് 3 0 എന്നായി. അപ്പോൾ 3x1² ഈക്വൽ ടു 3 ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ x1² എന്ന് പറഞ്ഞാൽ 3/3 1 ആയിരിക്കും. അപ്പോൾ x1 അതിൻ്റെ റൂട്ടായിരിക്കും. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1ഉം വരാം മൈനസ് 1ഉം വരാം. അപ്പോൾ x1ൻ്റെ വില 1ഉം വരാം മൈനസ് 1ഉം വരാം അല്ലേ. അപ്പോൾ x2² എന്ന് പറഞ്ഞാൽ x1ൻ്റെ സ്ക്വയറാണ്. അത് പറഞ്ഞല്ലോ ഇവിടെ x2 കണ്ടുപിടിക്കണം. x1 അറിഞ്ഞു, x1 1ഉം മൈനസ് 1ഉം വരാം. അപ്പോൾ x2 അതിൻ്റെ സ്ക്വയറാണ്. x2² എന്ന് പറഞ്ഞാൽ x1² 1 ആയിരിക്കും. x2² അപ്പോൾ 1 ആയിരിക്കും അല്ലേ, x1ൻ്റെ സ്ക്വയർ അല്ലേ, x1² 1 അല്ലേ കിട്ടി. അപ്പോൾ x2² 1 ആയിരിക്കും. അപ്പോൾ x2 പ്ലസ് ഓർ മൈനസ് 1 വരാം. അപ്പോൾ x1ഉം 1ഉം മൈനസ് 1 വരാം, x2ഉം 1ഉം മൈനസ് 1 വരാം എന്ന് പറഞ്ഞാൽ 4 ചാൻസ് ഉണ്ട്. ഇത് രണ്ടും 1 വരാം, ഇത് രണ്ടും മൈനസ് 1 വരാം, ഇത് 1 ഇത് മൈനസ് 1 വരാം, ഇത് മൈനസ് 1 ഇത് 1 വരാം. 4 ചാൻസ് ഉണ്ട്. അതാണ് ഇതിന് വേണമെങ്കിൽ മ്യൂ കണ്ടുപിടിക്കുക. x2/2 വെച്ചിട്ട് മ്യൂവിന് പ്ലസ് 1/2 മൈനസ് 1/2 ഒക്കെ വരാം. അത് ഓക്കെ, അത് ആവശ്യമില്ല, പ്രശ്നമില്ല. എന്തായാലും നമുക്കിപ്പം നേരത്തെ കിട്ടിയിട്ടുള്ളത് x1 0 ആവുമ്പം നേരത്തെ കിട്ടിയിട്ടുള്ളത് x1 0 ആവുന്ന കേസിൽ നമുക്ക് √3ഉം മൈനസ് √3 ആണ് കിട്ടിയത് അല്ലേ. √3ഉം മൈനസ് √3 ആണ് കിട്ടിയത് x1 0 ആവുന്ന കേസിൽ. ഓക്കെ, x1 0 ആവുന്ന കേസിൽ നേരത്തെ കിട്ടിയത്
0√3 0 മൈനസ് √3 ആണ്. കേസ് 2-ലാണ് നമുക്കിപ്പോൾ 4 ചാനൽസ് വേറെ കിട്ടി, ഈ 4 കിട്ടിയത്. അതേ നമ്മൾ എടുക്കുന്നുള്ളൂ, ബാക്കി എടുക്കുന്നില്ല, ബാക്കിയൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. 0 എടുത്തിട്ട് കാര്യമില്ല, കാരണം 0² √3 x1² x2 എന്നല്ലേ, അത് 0 ആയിപ്പോവും, 2 0 ആയിപ്പോൾ മാക്സിമം അല്ലേ കാണേണ്ടത്. അപ്പോൾ ആദ്യം കിട്ടിയ 0√3 0 മൈനസ് √3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പം കിട്ടിയത് x1 x2 1 1 1 മൈനസ് 1 മൈനസ് 1 1 മൈനസ് 1 മൈനസ് 1 4 വേറെയും ചെയ്ത് നോക്കുക. ഇങ്ങനെ എല്ലാ പോസിബിലിറ്റീസും. ഇപ്പോൾ ശരിക്കും നമുക്ക് ഒന്ന് 0√3 കിട്ടി, ഒന്ന് 0 മൈനസ് √3 കിട്ടി, പിന്നെ ഇപ്പം കിട്ടിയത് 1 1 കിട്ടി, മൈനസ് 1 1 കിട്ടി, ഇങ്ങനെ 4 ടൈപ്പ് കിട്ടി, 1 മൈനസ് 1 കിട്ടി. അപ്പോൾ 6 മൊത്തം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസ് 2 കിട്ടിയ 4 ആണ് x1 x2-ന്, ഈ 4. കൂടാതെ നേരത്തെ x1 0 ആവുന്ന കേസിൽ 0√3 0 മൈനസ് √3 കിട്ടി. അപ്പോൾ മൊത്തത്തിൽ 6 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് x1 x2. പക്ഷേ ഇതിൽ ഏതാണ് എഫിനെ മാക്സിമൈസ് ചെയ്യുക? എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് x1 x2 എന്ന് പറഞ്ഞാൽ x1² x2. അപ്പോൾ 0√3 എന്ന് പറഞ്ഞാൽ 0 ആയിപ്പോവും, 0 മൈനസ് √3 0 ആയിപ്പോൾ, അത് മാക്സിമം ആവില്ലല്ലോ, 0 അല്ലേ. അപ്പോൾ 1 1 എടുത്താൽ 1² 1 1, 1 മൈനസ് 1 എടുത്താലും 1, മൈനസ് 1 1 എടുത്താലും 1, മൈനസ് 1 മൈനസ് 1 എടുത്താൽ മൈനസ് 1. അതുകൊണ്ട് ഇതിന് മാക്സിമം കിട്ടുന്നത് 0 0 മൈനസ് 1 മൈനസ് 1 ഒന്നും മാക്സിമം അല്ല, ഇത് 1 ആണ് മാക്സിമം. അപ്പോൾ എവിടെയാണ് ഉണ്ടാകുന്നത്? 1 മൈനസ് 1 1-ലും മൈനസ് 1 1-ലുമാണ് നമുക്ക് മാക്സിമം ഉണ്ടാവുന്നത്. മാക്സിമം ഉണ്ടാകുന്നത് 1 1-ലും മൈനസ് 1 1-ലാണ്. മിനിമം ഉണ്ടാകുന്നത് -1 അല്ലേ, മിനിമം 0-നേക്കാൾ ചെറുതല്ലേ -1. മിനിമം ഉണ്ടാകുന്നത് 1 മൈനസ് 1-ലും -1 മൈനസ് 1-ലും മിനിമം. മിനിമം ചോദിച്ചിട്ടില്ല, എങ്കിലും ചില പ്രോബ്ലത്തിൽ മാക്സിമം മാത്രമല്ല മിനിമം ചോദിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും, മിനിമവും ഒരേ സമയത്ത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് അങ്ങനെയുള്ള പ്രോബ്ലംസാണ്, ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് വരുന്ന പ്രോബ്ലംസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ.